കുറേ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്നെ ചിലപ്പോൾ കാണുമ്പോൾ തിരിച്ചറിഞ്ഞെന്ന് വരില്ല, ഞാൻ കുറേ തടി വെച്ചിട്ടുണ്ട്, മുഖത്ത് കുറച്ച് പാടുകളൊക്കെ ആയിട്ടുണ്ടെന്ന് തമാശയായി പറഞ്ഞു. അപ്പോൾ ആ സുഹൃത്ത് പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ ബോബി അച്ഛൻ്റെ അവൾ എന്ന പുസ്തകത്തിലെ 22ാമത്തെ പേജ് ആ പേജ് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അത് വായിച്ചപ്പോൾ പെട്ടെന്ന് നിങ്ങളോട് കൂടി ആ പോർഷൻ ഒന്ന് ഷെയർ ചെയ്താലും വിചാരിച്ചു. അതിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത്. സുന്ദരന്മാരും സുന്ദരികളും കുറേ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന ആത്മപുത്രങ്ങളായിരുന്നു അവർ. പരസ്പരം മിഴികളിൽ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ അവൾ വ്യാകുലപ്പെട്ടു. എൻ്റെ ഭംഗിയൊക്കെ പോയോ? മൂക്കിന് മീതെ ഒരു വര വീണിട്ടുണ്ട്, കണ്ണിന് താഴെ കറുപ്പ്, സൂക്ഷിച്ചു നോക്കിയാൽ നര കാണാം. സത്യം പറഞ്ഞാൽ അതൊന്നും അയാൾ കണ്ടില്ല. ചങ്കിൽ വല്ലാതെ പതിഞ്ഞൊരു മുഖമാണ്. അതിനു മുൻപോ പിൻപോ ഓർമ്മിച്ചെടുക്കാൻ മറ്റൊരു രൂപമില്ല. അല്ലെങ്കിൽ തന്നെ 40കളുടെ രണ്ടാം പാതി പിന്നിടാറായ ഒരാളുടെ ഉള്ളിലെ അഴകിനെക്കുറിച്ചുള്ള ധാരണകൾക്ക് ഇപ്പറഞ്ഞതൊന്നുമായി ബന്ധമില്ലെന്ന് അവളോട് പറയണമെന്ന് തോന്നി. ബാല്യകൗമാരങ്ങളിൽ രൂപഭംഗി എന്ന കല്ലിൽ തട്ടി പരിഭ്രമിക്കാത്ത ആരുമില്ലെങ്കിൽ പോലും നേരിട്ട് വന്നു കാണാൻ താല്പര്യമുണ്ട്. എന്നാലും എന്നെ കണ്ടാൽ നിങ്ങൾക്ക് എന്നോട് മതിപ്പ് കുറവെന്ന് എഴുതിയ ഒരു കുഞ്ഞു മകളോട് ഒരു പൂ വിറുത്ത് പൊട്ടിയ മഷിക്കുപ്പിയിൽ വെച്ചാലും ചുളുങ്ങിയ ഒരു പൗഡർ ടിന്നിൽ വെച്ചാലും അതൊക്കെ പൂപ്പാത്രമായി മാറുന്നതുപോലെ ഉള്ളിലൊരു പൂ ഉണ്ടായിരിക്കുകയാണ് പ്രധാനമെന്ന ന്യായവാദത്തോട് മറുകുറി എഴുതിയിട്ട് ഏതാനും ദിനങ്ങളെ ആയിട്ടുള്ളൂ. ഉള്ളിലൊരു പൂ ഉണ്ടാകുകയാണ് പ്രധാനം. അകപ്പൊരുളിൻ്റെ പരിമളമാണ് സൗന്ദര്യം. അത് ആവോളമുള്ള സ്ത്രീയാണ് ഇങ്ങനെ സങ്കടം പറയുന്നത്. നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ പുനർവിചാരണ ചെയ്യാൻ നേരമായി. ഭ്രമങ്ങളെ കണ്ടെത്തുകയും നിലനിർത്തുകയും ചെയ്യുകയാണ് അഴകിൻ്റെ വഴിയെന്ന് കരുതിയ യവന പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായാണ് ഇപ്പോഴും നമ്മുടെ ലാവണ്യ വിചാരങ്ങൾ. ഗാർഡനുകളിൽ ജാമതീയ കൃത്യതയോടെ ചെടികൾ വിന്യസിക്കുന്നത് പോലെ കൃത്യമായ അളവും കണക്കും ഒപ്പിച്ച സൗന്ദര്യ സങ്കല്പങ്ങൾ. പ്രകൃതി പോലും അത്തരം സങ്കല്പങ്ങളെ നിരാകരിച്ചേക്കാം. കടൽ, കിഴക്കൻ മലകൾ, ആകാശം എത്ര കണ്ടാലും മടുക്കാത്ത കാഴ്ചകളാണ്. പക്ഷെ ഒരു തിരമാലയ്ക്ക് മറ്റൊന്നിനോടോ, ഒരു കുന്നിന് മറ്റൊരു കുന്നിനോടോ, ഒരു മേഘത്തിന് മറ്റൊരു മേഘത്തിനോടോ എന്ത് പൊരുത്തം? നിരതെറ്റിയ പല്ലുപോലെ, ഒരു നുണക്കിഴി പോലെ കൗതുകവും വാത്സ്യവും ഉണർത്തുന്ന കാഴ്ചകൾ. ഒരു പൂന്തോട്ടവും കാവും തമ്മിലുള്ള വ്യത്യാസത്തിൽ മനസ്സിലാക്കാവുന്നതാണ് ഈ വിചാരം. കൃത്യത കൃത്രിമത്വത്തിന്റെ പര്യായമാണ്.